പതിവ് പോലെ ഞാൻ വീട്ടിൽ നിന്നും ജോലിക്ക് പോകുവാൻ വേണ്ടി ഇറങ്ങി. എൻ്റെ വീട് അല്പം കുന്നിൻ മുകളിലാണ്. ഒരു മണ്ണിട്ട ഇടവഴി ഇറങ്ങി താഴെ പഞ്ചായത്ത് റോഡിലെത്തണം. അവിടെ നിന്നും 200 മീറ്റർ വേണം കവലയിലേക്ക്. കവലയിൽ നിന്ന് 7:30 ഒരു ബസ്സുണ്ട്. അതിലാണ് ഞാൻ ഡെയിലി ജോലിക്ക് പോവാറ്. തിരിച്ചു രാത്രി 8 മണിക്ക് എത്തും. ഞാൻ അങ്ങനെ പഞ്ചായത്ത് റോഡിലെത്തി. അപ്പോൾ അവിടെ നിറയെ ആൾക്കാർ നിൽപ്പുണ്ട്. എന്താ ഇവിടെ എല്ലാവരും കൂടി നിൽക്കണേ എന്ന് ഞാൻ ഒരാളോട് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, പുരുഷേട്ടൻ്റെ അമ്മ അമ്മാളു ചേച്ചി മരിച്ചെന്ന്. കുട്ടിക്കാലത്ത് ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കുമ്പോൾ അവരുടെ വീട്ടിൽ നിന്നാണ് വെള്ളം കുടിക്കാറ്. അന്നേരം പറമ്പിലെ പഴുത്ത മാങ്ങയെല്ലാം ഈ അമ്മൂമ്മ പറക്കി വെച്ചിട്ടുണ്ടാവും. അവർ അത് ഞങ്ങൾക്ക് തരാറുണ്ട്. നല്ല സ്നേഹമുണ്ടായിരുന്ന ഒരു അമ്മൂമ്മയായിരുന്നു. കുറെ കാലമായി വയ്യാതെ കിടപ്പാണ്. എൻ്റെ വീടിൻ്റെ ഭാഗത്ത് ആ കുന്നിൻ മുകളിൽ ഇവർക്കൊരു പറമ്പുണ്ട്. അതിൽ നിറയെ കശുമാവുകളും. അവിടെയെല്ലാം വടി കുത്തിപ്പിടിച്ച് ഇവർ കശുവണ്ടി പെറുക്കി നടക്കുന്നത് എനിക്ക് നല്ല ഓർമ്മയാണ്. എന്തായാലും ഒന്ന് കയറി കണ്ടിട്ട് പോകാമെന്ന് കരുതി ഞാൻ അവരെ കയറി കണ്ടു. ശേഷം ഞാൻ അങ്ങനെ ജോലിക്ക് പോയി. ഞാൻ പതിവ് പോലെ 8 മണിക്ക് രാത്രി കവലയിൽ വന്ന് ബസ് ഇറങ്ങി. അന്ന് പവർ കട്ടുള്ള സമയമാണ്. 8 മണിക്ക് കറണ്ട് പോവും. ഞാനാണെങ്കിൽ അന്നേ ദിവസം എൻ്റെ ആ കൊച്ചു ടോർച്ചും എടുക്കാൻ മറന്നു. തപ്പിത്തടഞ്ഞ് ഞാൻ ആ ഇരുട്ടിലൂടെ നടന്നു. പഞ്ചായത്ത് റോഡിലൂടെ ഒരുവിധം നടക്കാൻ കഴിയും. അടുത്ത വീട്ടിലെ വിളക്കിൻ്റെ വെട്ടമൊക്കെ ചെറുതായി ഉണ്ട്. എന്നാൽ ആ ഇടവഴിയിൽ ഞാൻ കുടുങ്ങിയത് തന്നെ എന്നെനിക്ക് തോന്നി. അപ്പോഴാണ് വീടിൻ്റെ പുറത്തിരിക്കുന്ന ജോസേട്ടൻ എന്നെ കണ്ടത്. എന്താടാ ഇന്ന് ടോർച്ച് എടുത്തില്ലേ? പുള്ളി ചോദിച്ചു. ഞാൻ മറന്നെന്നും പുള്ളിയോട് പറഞ്ഞു. എന്നാൽ നീ അവിടെ നിൽക്ക് പറഞ്ഞ് പുള്ളി അയാളുടെ ടോർച്ച് എടുത്ത് എൻ്റെ കൂടെ വന്നു. ഞാൻ നിന്നെ അങ്ങോട്ട് കയറ്റിയാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ മുന്നോട്ട് നടന്നു. എൻ്റെ വീട്ടിലേക്ക് പോകുന്ന ആ ഇടവഴി എത്തി. ഞങ്ങൾ ആ വഴി അങ്ങനെ കയറി നടക്കുകയാണ്. അന്നേരം ഇടത്തെ വശത്തെ ആ പറമ്പിൽ കെട്ടുകിടക്കുന്ന രീതിയിൽ തീക്കനൽ ഞാൻ കണ്ടു. ഇതെന്താ ഇവിടെ തീ എന്ന് ഞാൻ ചോദിച്ചു. അന്നേരം ജോസേട്ടൻ പറഞ്ഞു, ഇവിടെയാടാ നമ്മുടെ പുരുഷൻ്റെ അമ്മയെ ദഹിപ്പിച്ചത് എന്ന്. അങ്ങനെ ഞങ്ങൾ എൻ്റെ വീടിൻ്റെ അടുത്തെത്തി. എന്നാൽ ജോസേട്ടൻ ഇവിടെ നിന്ന് വെട്ടം പിടിച്ചാൽ മതി, ഞാൻ നടന്നോളാമെന്ന് ഞാൻ പുള്ളിയോട് പറഞ്ഞു. അവിടെ നിന്നുകൊണ്ട് പുള്ളി എനിക്ക് വെട്ടം തെളിച്ചു തന്നു. അങ്ങനെ വീടെത്തിയ ഞാൻ കൈ ഉയർത്തി കാട്ടി. പുള്ളിയും തിരിച്ചുപോയി. അല്പം കഴിഞ്ഞതും കറണ്ട് വന്നു. ഞാനങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണമെല്ലാം കഴിച്ച് കയറി കിടന്നു. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ എണീറ്റ് കാലത്ത് ജോലിക്ക് പോകുമ്പോൾ അവിടെ ആ അമ്മൂമ്മയെ ദഹിച്ച സ്ഥാനം കാണാം. ഞാൻ ശരിക്കും നോക്കി. അങ്ങനെ ഞാൻ അവിടെ നിന്നും ബസ് കയറാൻ വേണ്ടി നടന്നു. അന്ന് രാത്രി തിരിച്ചു വരുമ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്. ഞാൻ ഈ ഇടവഴി താഴെ നിന്നും കയറി വരുകയാണ്. അന്നേരം പവർ കട്ട് തന്നെയാണ്. ഞാനിങ്ങനെ കയറി വരുന്ന നേരത്ത് അല്പം നിലാവുണ്ട്. അപ്പോൾ കണ്ട കാഴ്ച, അല്പം മുന്നിലായി വഴിയുടെ മുകൾ വശത്ത് അവിടെ ഒരു വളവുണ്ട്. അവിടെ ഒരു പാറയുടെ അവിടെ ഒരു വെള്ള നിറം എനിക്ക് കാണാം. എൻ്റെ ടോർച്ച് അത്ര ദൂരത്തേക്ക് കിട്ടില്ല. എങ്കിലും ആ നിലവെട്ടത്തിൽ ആ വെള്ള നിറം എനിക്ക് വ്യക്തമായി കാണാം. ഞാൻ ഓർത്തു, അവിടെ ഈ ചേമ്പും മറ്റു വാഴകളും എല്ലാം നട്ടിട്ടുള്ള പറമ്പാണ്. ഈ പന്നി, മാന് എന്നിവയൊന്നും വരാതിരിക്കാൻ വല്ല തുണി വെച്ച് കെട്ടിയിട്ടുള്ളതാവാമെന്ന് ഞാൻ കരുതി. ഞാൻ ഏകദേശം അതിന് അടുത്തേക്ക് എത്തിയതും അങ്ങനെ ഒരു സംഭവം അവിടെയില്ല. എനിക്കിനി തോന്നിയതാണോ എന്ന് ഞാൻ കരുതി. എന്തേലും ആവട്ടെ എന്ന് കരുതി ഞാൻ വീണ്ടും താഴേക്ക് വെട്ടമടിച്ച് നടന്നു. പെട്ടെന്ന് അവിടെ ഒരു പഞ്ചായത്ത് പൈപ്പുണ്ട്. അതിൽ നിന്നും എയർ പോകുന്ന ശബ്ദം കേട്ടതും ഞാൻ ഞെട്ടി. ഓ എന്ന് പറഞ്ഞ് ഞാൻ തിരിഞ്ഞതും ഒരു ചുമ ഞാൻ കേട്ടു. ഞാൻ ശരിക്കും കേട്ടതാണല്ലോ. ഞാൻ ചുറ്റിലും ടോർച്ചടിച്ചു. എനിക്ക് ഇവിടെ നിന്നാൽ എൻ്റെ വീട് കാണാം. ഏകദേശം 100 മീറ്റർ താഴെ ദൂരം കാണൂ. ഞാൻ വീണ്ടും ഒരു ശബ്ദം കേട്ടു, കുട്ടി എന്നൊരു വിളി. അത് കേട്ടതും ഞാൻ നേരെ നോക്കിയപ്പോൾ ആ മാവിൻ്റെ ചുവട്ടിൽ ഒരു വെള്ള രൂപം. മുന്നിൽ കമ്പിവേലി കെട്ടിയിട്ടുണ്ട്. ഞാൻ അല്പം മുന്നോട്ട് കയറി നിന്നു. ടോർച്ചടിച്ചതും ഒരു വടിയും കുത്തിപ്പിടിച്ച് നിൽക്കുന്ന ആ അമ്മൂമ്മയെ ഞാൻ ശരിക്കും കണ്ടു. അവരുടെ ആ വിളറിയ മുഖം, വെള്ളമുണ്ടും ചുവന്ന ബ്ലൗസും ധരിച്ച ആ രൂപം കണ്ടതും ഞാൻ ഉറക്കെ ഒറ്റ കാർച്ചയായിരുന്നു. ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഓടി. അന്നേരം പുറകെ ഒരു വടി കുത്തിപ്പിടിച്ച് എൻ്റെ പുറകെ വരുന്ന ശബ്ദം എനിക്ക് കേൾക്കാം. ഞാൻ അമ്മയെ എന്ന് വിളിച്ച് ഓടുന്നുണ്ട്. എത്ര ഓടിയിട്ടും വീടിനടുത്തേക്ക് എനിക്ക് എത്താൻ സാധിക്കാത്ത പോലെയായിരുന്നു. പെട്ടെന്ന് മുത്തശ്ശൻ്റെ ടോർച്ചിൻ്റെ വെട്ടം കണ്ടതും ഞാൻ അവിടെ വീണു. ഞാൻ വീഴുന്നത് മുത്തശ്ശൻ കണ്ടു.
പിന്നെ പിറ്റേന്നാണ് എനിക്ക് ബോധം വരുന്നത്. ബോധം വരുമ്പോൾ എൻ്റെ ചുറ്റിലും അച്ഛനും അമ്മയും ചേച്ചിയും വല്യമ്മമാരും മാമന്മാരും എല്ലാവരും ഉണ്ട്. എനിക്കൊന്നും മിണ്ടാൻ പറ്റുന്നില്ല. കരച്ചിൽ മാത്രമായിരുന്നു. അതും പറയുന്ന രീതിയിൽ. എൻ്റെ അമ്മൂമ്മ ഊതി കെട്ടുന്ന രീതിയെല്ലാം ചെയ്യുന്ന ആളാണ്. അമ്മൂമ്മ ഒരു ചരടും കുറേ ഭസ്മവുമെല്ലാം എൻ്റെ ദേഹത്തണിയിച്ചു. എന്നിട്ട് എന്തൊക്കെ ജപിക്കുന്നു. ശേഷം അല്പം കഴിഞ്ഞതും ഞാനൊന്ന് നോർമലായി. അന്നേരം ഞാൻ നടന്ന കാര്യം അവരോട് പറഞ്ഞു. അന്നേരം അമ്മൂമ്മ പറഞ്ഞു, മരിച്ചുപോയ അമ്മാളു എന്ന അമ്മൂമ്മ എന്നും അവരുടെ ഈ പറമ്പിൽ വരാറുള്ളതല്ലേ. അവരുടെ ജീവനുള്ള സ്ഥലമാണത്. അതാണ് നീ അവരെ അവിടെ വെച്ച് കണ്ടതെന്ന്. പേടിക്കണ്ട, നിന്നെ ഒന്നും ചെയ്യാനൊന്നുമല്ല അവർ വന്നത്. നിങ്ങളെയൊക്കെ വലിയ ഇഷ്ടമല്ലേ. അവരെ അവിടെ ദഹിപ്പിച്ച സ്ഥലമാണ്. 16 ദിവസം അവരുടെ ആത്മാവ് അവിടെ കാണും. അതാ നീ അവരെ കണ്ടത് എന്ന്. ഇനി കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് എൻ്റെ അമ്മൂമ്മ എന്നോട് പറഞ്ഞു. 2006 കാലഘട്ടത്തിൽ തനിക്കുണ്ടായ ഒരു അനുഭവമാണിതെന്നാണ് ശിവരാജൻ എന്ന സുഹൃത്ത് നമ്മളോട് പറഞ്ഞത്. ശിവരാജൻ്റെ ഈ അനുഭവകഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇത്തരത്തിലുള്ള അനുഭവകഥകൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. അടുത്ത നല്ലൊരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം. സീ യു സൂൺ.